ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെയുള്ള 3D ആനിമേഷൻസ് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അതിനായി പവർ പോയിന്റിൽ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് സ്ലാബിൽ പോയതിന് ശേഷം 3D മോഡൽസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഈ 3D മോഡൽസിൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ഒരു 3D മോഡൽ സെലക്ട് ചെയ്യാം. താഴോട്ടേക്ക് വരികയാണെങ്കിൽ വിൻ്ററിനകത്ത് നമുക്ക് ഈ ജാക്കറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ജാക്കറ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ജാക്കറ്റിൻ്റെ 3D മോഡൽ ഇൻസേർട്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റും. വൺസ് ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് റീഅറേഞ്ച് ചെയ്യാം. സൈസ് റീഅറേഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വൺസ് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കീബോർഡിലുള്ള കൺട്രോളും ഡിയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുത്താലും ഇതിൻ്റെ തന്നെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് വേറെ സ്ലൈഡ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് സ്ലൈഡും നമ്മൾ സെലക്ട് ചെയ്യണം. കൺട്രോൾ എ വെച്ചിട്ട് നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താലും ഈ രണ്ട് സ്ലൈഡും സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ ട്രാൻസിഷനിൽ പോയിട്ട് മോർഫ് ട്രാൻസിഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇമേജ് റൊട്ടേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു.